ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നല്ല നീറ്റാക്കി വീട് സൂക്ഷിച്ച് കൊണ്ട് നടക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ. എത്ര ചെറിയ വീടാണെങ്കിലും എനിക്കെപ്പോഴും ഇങ്ങനെ അടിച്ച് തുടച്ചിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. പക്ഷേ മക്കളുണ്ടെങ്കിൽ ശനി ഞായറുണ്ടെങ്കിൽ അവർ മണ്ണൊക്കെ ചവിട്ടി കയറി എപ്പോഴും ഫ്രണ്ട് ഫ്രണ്ട് എപ്പോഴും അഴുക്കാക്കിയിടും. പക്ഷെ എന്നാലും ഞാനത് രാവിലത്തെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അടിച്ചൊക്കെ ഇടും. അത് കാണുമ്പോൾ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമല്ലേ. മുന്നേ ഞാൻ ആലോചിക്കും, ഈ 2 നില വീടൊക്കെ പണിതിട്ട് അതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണേന്ന്. എപ്പോഴും നമുക്കതങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ചെറിയൊരു വീട് തന്നെ നമുക്ക് അടിച്ച് തുടച്ച് കൊണ്ട് നടക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും വന്നിട്ട് പറയും. അങ്ങനെ ദേ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആയിഷക്കുട്ടീനെ കുളിപ്പിച്ചു, റെഡിയാക്കി. 2 ദിവസമായിട്ട് തല കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തലയൊക്കെ കുളിപ്പിച്ചു. ഇപ്പോൾ ചുമയൊക്കെ കുറവുണ്ട്, അതുകൊണ്ടാട്ടോ തലയൊക്കെ കുളിപ്പിച്ച് ദേ സുന്ദരിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു കണ്ണൊക്കെ എഴുതണം എന്നിട്ടാ. ഡ്രസ്സ് ഇടണേൽ മുന്നേ പറയുന്നു കണ്ണ് എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ തിരക്ക് കാണുമ്പോൾ വിചാരിക്കും എന്തോ അത്യാവശ്യത്തിനാണെന്ന്. അല്ല, അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഉമ്മോള് കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ പോയി. അപ്പോൾ ഐശുക്കുട്ടിക്കും പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി കുറേ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, ഉച്ചയൊക്കെ ആകുമ്പോഴേ ഇനി വരുള്ളൂ കളി കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നല്ല വെയിലുള്ള കാരണം എനിക്ക് വെയിലത്ത് കളിക്കാൻ പറഞ്ഞയക്കാൻ പേടിയാണ്. എന്നാലും അവർ അപ്പുറത്തെ വീട്ടിൽ ഉള്ളിലാണ് കളിക്കണതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി വെയിലൊക്കെ കൊള്ളും. അപ്പം ഇപ്പം ഒന്നും ചുമ ഉണ്ടാവില്ല കേട്ടോ. രാത്രി ആകുമ്പോൾ വായ കൂട്ടാണ്ട് ചുമയ്ക്കും. അതാണ്. മരുന്ന് കൊടുത്തപ്പോൾ ഇപ്പം നല്ല കുറവുണ്ട്. പക്ഷെ എന്നാലും ഐശുക്കുട്ടി മണ്ണിലും പൊടിയിലൊക്കെ വല്ലാണ്ട് കളിക്കും. അപ്പോൾ ആ പൊടിയൊക്കെ ശ്വസിക്കുമ്പോൾ പെട്ടെന്ന് ചുമ വരും. ഐശുവിന് അലർജിയുടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് പേടിയാണ് പെട്ടെന്ന് ചുമ ആയാലും ജലദോഷമായാലും. സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ വേറെ ആർക്ക് വന്നെങ്കിലും ഐശുക്കുട്ടിക്കായിരിക്കും കേട്ടോ ആദ്യം വരാം. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ മാറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതലും ഞാൻ വീട്ടിലുള്ള തേനും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. പിന്നെ ഇഞ്ചിനീര് തേനിൽ ചാലിച്ച് അങ്ങനെയൊക്കെ കൊടുക്കും. പക്ഷെ എന്നാലും കുറയൂല. അപ്പോൾ ദേ ഐശുക്കുട്ടി റെഡിയായി നല്ല സുന്ദരിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദേ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐശുക്കുട്ടി പോയി. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളുണ്ടായിരുന്നു. സാമ്പാർ വെച്ചാൽ ഇവിടെ ചാറ് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണം ഒരു കഷ്ണം കുമ്പളങ്ങയും മത്തങ്ങയും പിന്നെ പയറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദേ ഉമ്മക്കുട്ടിയൊക്കെ അരിഞ്ഞ് തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഇഞ്ചിയല്ല, നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തേണ്ട അത്. എന്നിട്ട് അതിൽ വെച്ചിട്ട് മൂപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച കഷ്ണമൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചൊന്ന് വഴണ്ടിതായി വരുമ്പോൾ കുറച്ച് നാളികേരം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.